ഹലോ, എല്ലാ സാറ്റർഡേ സൺഡേയും ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ഒരു 7-7:30 മണിയാകുമ്പോഴത്തേക്കും നമ്മളിവിടെ എത്തും കേട്ടോ. പാട്ട് പഠിക്കാനും ഡ്രോയിങ്ങിന് ഡാൻസിനൊക്കെ ഒത്തിരിയും കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ മക്കളെയും ഞങ്ങൾ ഇവിടെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ എത്തും. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. നോക്കിയാണ് എത്ര സുന്ദരമായിട്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളാരെയും പുറത്തോട്ട് കാണാത്തത്. ഇല്ലെങ്കിൽ ഈ തൂത്ത് നീറ്റാക്കി ഈ മണലൊക്കെ ഇങ്ങനെ അതുപോലെ നീറ്റായിട്ട് കിടക്കത്തില്ല. കാരണം സാറ് വരണതിന് മുന്നെയാണ് അവരെത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഓടി ഭയങ്കര രസമാണ്. അവർ ഓടി ഓടി അത്രയും മണ്ണെല്ലാം വാരി ഇങ്ങനെ പൊത്തി പണ്ടൊക്കെ നമ്മൾ കളിക്കില്ലേ, അതുപോലെ അവരിങ്ങനെ കളിക്കാറുണ്ട്. നിളയും കേശുവും അതിൻ്റെ ആൾക്കാരാണ്. ദക്ഷ ഒന്ന് പുറകോട്ട് നിൽക്കും. മണ്ണ് വാരാൻ ദക്ഷയ്ക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ നിളയും കേശുവാണെങ്കിൽ തകർക്കും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന് വിളിക്കും, ഇങ്ങോട്ട് വാ എന്ന്. കേൾക്കില്ല. ആ ഓടിട്ട കെട്ടിടത്തിലാണ് അവർ പാട്ടും ഡ്രോയിങ്ങും എല്ലാം. പിന്നെ അതിനപ്പുറത്ത് കാണുന്ന സ്ഥലത്താണ് വയലിൻ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആ കാണുന്നത് ഗുരുദേവൻ്റെ ഒരു പ്രതിമയാണ്. നമ്മൾ ആ എൻട്രൻസിൽ നിന്ന് കയറുമ്പോഴേ കാണാൻ പറ്റും. ഇന്നിപ്പോൾ എന്തായാലും നല്ല മഴക്കോളുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്യാത്തത് കൊണ്ട് നമുക്ക് നല്ലതായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റി. ഏത് സമയത്ത് വന്നാലും ഇവിടെ ഈ തണുപ്പും തണലും ഇവിടെ ഇതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമ്മളിവിടെ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ നമുക്ക് 3 ദിവസം ക്ലാസ് ഉണ്ടാകും. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ക്ലാസ് ഉണ്ടാകും. അപ്പോൾ ഈ 3 ദിവസം നമ്മൾ വന്നാൽ ഇവിടെ തന്നെ സത്യം പറയാൻ തിരിച്ചു പോകാൻ തോന്നില്ല. ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ക്ലാസ്സും നമ്മൾ മിസ് ചെയ്യാറില്ല. എല്ലാ ക്ലാസ്സും കഴിവതും അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിനൊരു പ്രധാന കാരണവും കൂടി ഇത് തന്നെയാണ്. പിന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് ചെല്ലുമ്പോൾ പുറകിൽ കാണുന്ന ഒരു പ്രാർത്ഥനാ മണ്ഡപമാണ്. അവിടെയാണ് ഇവിടെ ഡെയിലി രാവിലെയും വൈകുന്നേരവും ഇവിടെ വിളക്ക് കൊളുത്താറുണ്ട്. ആ വിളക്ക് കൊളുത്തുന്നതിന് പുറമേ തന്നെ വിശേഷ ദിവസങ്ങളെല്ലാം അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അവരതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട്. അവിടെ ഇരിക്കുന്ന എൻ്റെ അച്ഛനാണേ. അച്ഛൻ ഇരിക്കുന്നിടത്താണ് ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മാറ്റിയിട്ട് ഇപ്പുറത്ത് കാണുന്ന ഈ വലത് സൈഡിൽ കാണുന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പം ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവിടെ വയലിൻ ക്ലാസ്സാണ് രാവിലെ നടക്കുന്നത്. വയലിൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ഈ കാണുന്ന ഈ ചെറിയ ചെറിയ ഹട്ടുകളുണ്ടല്ലോ, അതൊക്കെ ഇവിടുത്തെ സന്യാസിമാരൊക്കെ താമസിക്കുന്നതാണേ. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഒരു മെൻസ് ഹോസ്റ്റലും ഉണ്ട്. ഒത്തിരി കുട്ടികളൊന്നുമില്ല, കുറച്ച് കുട്ടികളൊക്കെ നിൽക്കുന്ന കാണാം. പിന്നെ ഒരു ഗോശാലയുണ്ട് കേട്ടോ. ഇവിടെ പശുവൊക്കെ ഉണ്ട്. പാലൊക്കെ ഇവിടെ ഒരു പാൽക്കാരൻ വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. പുറത്തൊന്നും ആരും അങ്ങനെ വന്ന് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ഓരോ മരങ്ങളിലും കാണുന്ന ഓരോ ബോർഡുകളിലും കടങ്കഥകൾ പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ 9 ബോർഡിലുണ്ടാകും, 10 ബോർഡിലുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വന്നിട്ട് ഇടയ്ക്ക് മഴയില്ലാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കാറുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകില്ലേ. അപ്പോൾ ഇവിടെ മുഴുവൻ ഏതാണ്ട് നമുക്ക് കറങ്ങി കാണുകയും ചെയ്യാം. ഒരുപാട് പ്രാവശ്യം കണ്ടതും വായിച്ചതുമാണെങ്കിലും ലിജി എന്നും ആദ്യം കാണുമ്പോൾ ഓടിച്ചെന്ന് വായിക്കും. എന്നിട്ട് അതിൻ്റെ ആൻസർ തിരക്കി ഇങ്ങനെ അപ്പുറത്ത് നടക്കും ഇപ്പുറത്ത് നടക്കും. ഞാൻ ചോദിക്കും, നീ എന്നെങ്കിലും ഇതൊക്കെ ഓർത്ത് വയ്ക്കുമെന്ന് വയ്ക്കും. അപ്പോൾ ലിജി ഒരു ദിവസം ഞാൻ നിനക്കിതെല്ലാം പറഞ്ഞു തരും. എന്നാണ് ആ ദിവസമെന്ന് എനിക്കറിഞ്ഞൂടെ. ഞാനത് കാത്തിരിക്കുകയാണ് ആ ദിവസം. ഇതാ കണ്ട, എന്നും അവൾക്കുള്ള പരിപാടിയാണ്. ഓടിപ്പോയി വായിക്കും, അപ്പുറത്ത് പോയി അതിൻ്റെ ഉത്തരം കണ്ടെത്തും. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വയ്ക്കുകയാണ്. ലിജിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും വായിച്ചു കൂട്ടുന്ന ലിജിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇന്ന് ഈ ഗുരുകുലത്തിൻ്റെ പ്രത്യേകതയെങ്കിലും നമുക്ക് പറയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ലിജി ആദ്യം പറഞ്ഞ എന്താണെന്നറിയാമോ? ഗുരുകുലത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട്, അതാണ് ഗുരുകുലത്തിൻ്റെ പ്രത്യേകത. ഇതത്രയും ഓടി നടന്ന് വായിക്കുന്ന ലിജി എനിക്ക് പറഞ്ഞിരുന്ന പ്രത്യേകത കേട്ട് സത്യം പറഞ്ഞാൽ അന്തം വിട്ട് ഞാൻ പണ്ടാരം അടങ്ങിയിരിക്കും. ഒക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും എന്താ ദക്ഷ ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അടുത്തതിന് ദക്ഷയ്ക്ക് വയലിൻ ക്ലാസ്സാണ്. വയലിൻ പഠിപ്പിക്കാൻ ടീച്ചർ വന്നിട്ടില്ല, പകരം വേറൊരു കുട്ടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്, ക്ലാസ് തുടങ്ങി. അങ്ങനെ ദക്ഷ ഓടിപ്പോയി വയലിനൊക്കെ എടുക്കുന്നു. ടീച്ചർ വരാത്തത് കൊണ്ട് വയലിൻ ഇല്ലേ ഉണ്ടോ എന്നറിയാൻ വയ്യ. മറ്റേ കൊച്ചു വന്ന് ക്ലാസ് എടുക്കുന്നത് അവൾ കണ്ടില്ലായിരുന്നു. അവൾ വിചാരിച്ച് ഇനി ആ പാടെ അങ്ങ് തിരിച്ച് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് സന്തോഷത്തിൽ ഓടി വരണതാണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും തിരക്കാനായിട്ട് ഓടി വരുന്നുണ്ട് ആൾ. ഇന്ന് ചേട്ടനാണ് ക്ലാസ് എടുക്കണേന്ന് അറിഞ്ഞിട്ട് സന്തോഷത്തിൽ ഓടി വരികയാണ്. കാരണം ടീച്ചറാകുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റാണ്, ചേട്ടനാകുമ്പോൾ കുറച്ച് പാവമാണ്. അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് തെളിഞ്ഞു കാണുന്നത്. അങ്ങനെ ദക്ഷ നേരെ ക്ലാസ്സിലോട്ട് പോകുന്നുണ്ട്. എല്ലാ കുട്ടികളൊന്നും വന്നിട്ടില്ല, എല്ലാവരുമൊക്കെ വന്നൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയമുണ്ട്. അവിടെ ഇരുന്ന് വന്ന കൂട്ടുകാരുമായിട്ടൊക്കെ ഒത്തിരി ഒന്ന് സംസാരിക്കാനും കാര്യത്തിനും ഒക്കെ സമയമുണ്ട്. അവിടെ ചേട്ടൻ വയലിനെല്ലാം സെറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്താണ് പാട്ട്. കുട്ടികളുടെ പാട്ടും വയലിനും പിന്നെ നമുക്ക് ഈ ഒരു പീസ്ഫുൾ അന്തരീക്ഷവും എല്ലാം കൂടെ ചേർന്നിട്ട് എല്ലാ സാറ്റർഡേ സൺഡേയും നമുക്ക് രാവിലെ ഒരു അടിപൊളി മോർണിംഗ് വൈബാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ.
അച്ഛൻ എന്നെയും കാത്ത് പുറത്തേ പോകുന്നുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ബിരിയാണി വെക്കാനായിട്ട് നോക്കിയപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ കുറേ കുറവാണ്. അപ്പോൾ പിന്നെ ചിക്കൻ വാങ്ങിക്കണം, അരി വാങ്ങിക്കണം. അങ്ങനെ ഞാനും അച്ഛനും കൂടെ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. ചിക്കനും ബിരിയാണി അരി പിന്നെ നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തൊട്ടടുത്തടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയി. അപ്പം തന്നെ സമയം 10, 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആവുമായിരുന്നു. അങ്ങനെ അച്ഛൻ എന്തോ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് വെച്ച് വിടുന്നുണ്ട്. എന്തൊക്കെയോ വാങ്ങിക്കാനുള്ള പ്ലാനാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച അരിയില്ല. അച്ഛൻ നോക്കി നോക്കി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ പാക്കറ്റ് റൈസ് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ നേരെ നമ്മൾ വന്ന് ചിക്കൻ സ്റ്റോളിലോട്ട് വന്നു. കുറച്ച് ചിക്കൻ വാങ്ങിച്ചു. അച്ഛനെ അവിടെ വെച്ചൊരു ഫ്രണ്ടിനെയൊക്കെ കണ്ട് അവരൊക്കെ സംസാരിച്ച് പിന്നെ നമ്മളങ്ങ് വീട്ടിൽ വന്നു. ഇവിടുത്തെ പുരുഷന്മാർ രണ്ടുപേരും കൂടെ പണി തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ ഉള്ളി അരിയുന്നു, ചേട്ടൻ ഉള്ളി തൊലിക്കുന്നു. അങ്ങനെ തകൃതിയായിട്ട് പണിയെടുക്കുന്നു. ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചു. നിളയും കേശുവിനെയും കൊണ്ടുവന്ന് ഞാൻ അബാക്കസിനാക്കിയായിരുന്നു. ഇനിയിപ്പോൾ ഒരു 10, 11:30 ആകുമ്പോഴത്തേക്കും എനിക്ക് അവരെ വിളിക്കാൻ പോകണം. പിന്നെ ദക്ഷ 1:30 ആകുമ്പോഴത്തേക്കും അവൾ ക്ലാസ് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അവർക്കൊക്കെ ടൈമിന് ആഹാരം കൊടുക്കുകയും വേണം. ഇവിടെ ഒന്നും ആയതുമില്ല. അച്ഛൻ പോയി നിളയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രണ്ടാളെയും കൂട്ടി അച്ഛൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതെയാണ് ഞാൻ ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് രാവിലെ പാലൊക്കെ കാച്ചി കൊടുത്തായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. ഇനി വേണം അവർക്ക് കാപ്പി കൊടുക്കാനായിട്ട്. അപ്പോൾ വന്നപ്പോഴേക്കും സിംബതോ നിളയുടെ പഴയ സൈക്കിളിൻ്റെ പുറകിലോട്ട് കയറി കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ട് ഇനി എന്തായാലും അകത്തോട്ട് വരുള്ളൂ. എന്തായാലും കാപ്പിയെല്ലാം ഞാനെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവന് സുഖമായിട്ട് ഉറങ്ങി. അവനെ ഉറങ്ങാൻ സമ്മതിക്കാതെ രണ്ടാളും കൂടെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അവൻ കളിക്കാനായിട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. കേശുവിനിപ്പോൾ പണി കിട്ടും. കേശുവിനിപ്പോൾ ഓടിക്കും മിക്കവാറും. ഓടിച്ച് അവന് ചെരുപ്പിട്ട് നടക്കുന്നതാണ് വലിയ ഇഷ്ടമാണ്. ചെരുപ്പ് കാലിൽ കണ്ടു കഴിഞ്ഞാൽ അവൻ അപ്പോഴേ ഓടിച്ചെല്ലും. പട്ടി പുറത്ത് പോകുമെന്നും പറഞ്ഞ് കേശു ഓടിപ്പോയി ഗേറ്റൊക്കെ അടച്ച്. അതിനിടയ്ക്ക് ചേട്ടൻ ഒരു പഴമൊക്കെ തിന്നിട്ട് ബാക്കി പരിപാടി തുടങ്ങുകയാണ്. ഇഞ്ചി ചതയ്ക്കുന്നതാണ് അടുത്ത മെയിൻ പരിപാടി. അതിൻ്റെ ഇടയ്ക്കുള്ള ലഘുഭക്ഷണമാണ് ആ കണ്ടത്. പിന്നെ കേശുവിനും നിളയ്ക്കും ഞാൻ കാപ്പിയൊക്കെ എടുത്ത് കൊടുത്തു. കേശുവിന് പഴമാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം. പിന്നെ എന്നാലും അതിന് ചെറിയ പിണക്കമുണ്ട്. നിള തേങ്ങാപ്പാലിൽ മുക്കിയാണ് കഴിക്കുന്നത്. അതെല്ലാം അവിടെ ചരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കേശു അഴക്ക് തുടങ്ങിയിട്ടുണ്ട്. കേശുവിന് 2 പഴം എടുത്ത് വെച്ച് അതിന് കേശു പിണങ്ങിപ്പോയി. നിള പിന്നെ തേങ്ങാപ്പാൽ കിട്ടിക്കഴിഞ്ഞാൽ നിള അത് കൂട്ടി കഴിച്ചോളും. അവൾക്ക് വേറെ കറികളൊന്നും ഇഷ്ടമില്ല. അതാകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ, പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം. ഈ അച്ഛനും പിന്നെയും ചെന്ന് കേശുവായിട്ട് രണ്ടുപേരും കൂടെ എപ്പോഴും ഇങ്ങനെ ഇത്തിരി എന്തെങ്കിലും ഞൊണ്ടിയിരിക്കും. കേശുവിനെ എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കണം ചേട്ടന്. എന്നിട്ട് പിന്നെ അവളോട് കൂട്ടുകൂടാൻ ചെല്ലും. അപ്പോൾ കേശുവിൻ്റെ ഒന്ന് നല്ലത് കിട്ടുകയും ചെയ്യും. കേശുവിന് അപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. സത്യം പറഞ്ഞാൽ കേശുവിനത് കഴിക്കാൻ വയ്യ. ബിരിയാണി ആയിട്ട് വേണം ബിരിയാണി തട്ടാൻ. ബിരിയാണിയുടെ ഫാനാണ് കേശു. അപ്പോഴേക്കും ഉള്ളിയൊക്കെ അരിഞ്ഞ അച്ഛൻ ബിരിയാണിയുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയില്ല. കാരണം അവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നല്ലോ. അല്ലെങ്കിലും ബിരിയാണി വെച്ചാൽ അച്ഛൻ എന്നെ അടുപ്പിക്കില്ല. കാരണം ഞാൻ അത് കുളമാക്കും. അതുകൊണ്ട് അച്ഛൻ എന്നെ അടുപ്പിക്കാറില്ല. അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അച്ഛൻ തന്നെയാണ്. എൻ്റെ ബിരിയാണി ഫാൻസ് ഇവിടെ ഒരുപാടുണ്ട്. എല്ലാവർക്കും അച്ഛൻ്റെ കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അച്ഛൻ ചിക്കനൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് അരി കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അരി കഴുകുകയാണ്. അരി കഴുകി വാർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബിരിയാണിയിലുള്ള പണിയെല്ലാം എൻ്റെ ഭാഗത്തുള്ള പണിയെല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് വരുന്നത് ക്ലീനിങ് മാത്രമാണ്. അതൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അപ്പോഴേക്കും അച്ഛൻ വെള്ളമെല്ലാം തിളപ്പിച്ചു. അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ടു. തൊട്ടപ്പുറത്ത് തന്നെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനി എൻ്റെ അടുത്ത് അരി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരും. ഇല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ ബാക്കി എനിക്ക് കേൾക്കാം. ബിരിയാണിയിലേക്കുള്ള ക്യാരറ്റൊക്കെ അരിയാൻ അച്ഛൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നേ. പക്ഷെ ഞാൻ മറന്നുപോയി. ഞാൻ സിംബയ്ക്കുള്ള ഫുഡ് കൊടുക്കാൻ പോയിരുന്നു. പിന്നെ പാവം അതും അച്ഛൻ തന്നെ അരിഞ്ഞ്. പിന്നെ ക്യാഷ്യൂവൊക്കെ അച്ഛൻ വറുത്ത് കോരുന്നുണ്ട്. ചിക്കൻ കറി റെഡിയായി. മണം കേട്ടപ്പോഴത്തേക്കും എനിക്കറിയായിരുന്നു. ഞാൻ ഓടി വന്നതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് വേണ്ട, ടെസ്റ്റ് ചെയ്യാൻ ആളിൻ്റെ ആവശ്യമില്ല, നീ പൊയ്ക്കോ, സമയമാകുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എന്തെങ്കിലും ഒരു ക്യാഷ്യൂവെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ അവിടെ നിന്നു. പക്ഷെ ഒന്നും തന്നില്ല. അച്ഛൻ നേരെ വറുത്ത് കോരി അതിലോട്ട് എന്നെ ഇട്ട്. ഇതിൻ്റെയൊക്കെ മണം മേടിച്ച് കേശു ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തിട്ട് കേശു മണത്ത് നോക്കിയിട്ട് പോയിട്ടുണ്ട്. കേശു ഇനി നിളയെ വിളിച്ചുകൊണ്ട് വരും മിക്കവാറും. നിളയാണ് ബിരിയാണിയുടെ ഏറ്റവും വലിയ ആൾ. നിളയും കേശും രണ്ടുപേരും കണക്കി തന്നെ കറക്റ്റ്. നിള അത് വന്നിട്ടുണ്ട് കാണാനായിട്ട്. സിംബയെ അന്വേഷിച്ച് പോകണുണ്ട്. അടുത്ത് ഇനി അച്ഛൻ ബിരിയാണി എല്ലാം തട്ടിപ്പൊത്തി വയ്ക്കുന്ന കാണാനാണ് ഒരു പ്രത്യേക ഭംഗി. അപ്പോഴേക്കും ഇവിടെ അച്ഛനും മക്കളും കൂടെ തുടങ്ങിയിട്ടുണ്ട്. കേശുവായിട്ട് രണ്ടുപേരും കൂടെ ഗുസ്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവസാനം അച്ഛൻ ജയിക്കുമോ കേശു ജയിക്കുമോ? ആരാണ് ജയിക്കണത് എന്തോ. എല്ലാ പ്രാവശ്യവും കേശു തന്നെയാണ് ജയിക്കുന്നത്. അച്ഛൻ എപ്പോഴും തോറ്റുപോയാണ് ചെയ്യുന്നത്. ഇത്തവണയും അത് തന്നെ സംഭവിക്കുമെന്നാണ് തോന്നുന്നത്. കേശുവിനെ ഇക്കിളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേശുവിൻ്റെ ഇടയ്ക്ക് അത് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇനിയിപ്പോൾ എടുത്തിട്ട് നുള്ളി കടിച്ച്
അച്ഛനൊരു വെടിവാക്കും. ആഹാ തുടങ്ങി അച്ഛനെ പഞ്ഞിക്കിടാൻ തുടങ്ങി കേശു. ആഹാ സിംബ കണ്ടാൽ ഇനി അത് മതി, അവനും ഇത് കണ്ട് പഠിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയും. പിന്നെ അവൻ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, കടിച്ച് പിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനും കൂടെ അത് പഠിക്കും. അച്ഛൻ്റെ ബിരിയാണി സെറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റും മല്ലിയിലയും പൈനാപ്പിളും എല്ലാം ഇട്ട് അച്ഛൻ സെറ്റ് ചെയ്ത് ഇനി അങ്ങോട്ട് ദമ്മിട്ടിട്ട് വെച്ച് കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു മണം അടിക്കും. അയ്യോ എൻ്റെ അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും പ്രസൻ്റ് ആവും കേട്ടോ. അച്ഛൻ്റെ പ്രിപ്പറേഷനൊക്കെ വേറെ രീതിയാണ്. ആദ്യം വെച്ച് അതെല്ലാം ഇട്ട് വെച്ചിട്ട് പിന്നെ അത് കോരി രണ്ടാക്കി മാറ്റി വെച്ചിട്ട് പിന്നെയാണ് ചിക്കൻ ഇട്ട് സെറ്റാക്കി. ഇതിൻ്റെ റെസിപ്പിയൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. ആദ്യം നമ്മൾ കാണുമ്പോൾ അയ്യോ ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാനിങ്ങനെയല്ല വെക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും എന്താ വെച്ചാൽ ഇങ്ങനെ. അപ്പോൾ അച്ഛൻ പറയാം അതങ്ങനെയാണ്, എനിക്ക് പറഞ്ഞു തരില്ലെന്ന് പറയും. എന്നിട്ട് അച്ഛൻ നേരെ പോയി നമ്മളെ സിംബയെ കുളിപ്പിക്കുന്നുണ്ട്. അവനെ ഇന്നലെ മെനിങ്ങാന്ന് കുളിപ്പിച്ചാണ്. അവൻ ആ ചെളിയിൽ കിടന്ന് ഉരുണ്ട് പേരേണ്ട ഒരു വഴിക്കായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ പണികളെല്ലാം ചെയ്യണമല്ലോ. ഇവർ രണ്ടാളും കൂടെ പാത്രങ്ങളും എല്ലാം വാരി നിരത്തി എല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ ക്ലീനാക്കി റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ കുക്കുമ്പർ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാം ക്ലീനാക്കി. എൻ്റെ മുയൽക്കുട്ടന്മാർ ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി. ഇനി ദക്ഷയ്ക്കുള്ള ഫുഡ് കൊടുത്തു വിടണം അച്ഛൻ്റെ കയ്യിൽ. അത് അച്ഛൻ എടുത്തുകൊണ്ട് പോവേണം. അപ്പോൾ കേശു കൂടെ ഇറങ്ങിയിട്ടുണ്ട് ദക്ഷയ്ക്കുള്ള ഫുഡ് കൊണ്ട് അപ്പുറത്ത് പോകാനായിട്ട്. കേശു എന്തായാലും കൂടെ പോകുമെന്ന് പറഞ്ഞാൽ അവൾ കൂടെ പോകും. ഞാൻ പിന്നെ ബാക്കിയെല്ലാം കോരി അച്ഛൻ വരുമ്പോഴേക്കും നമുക്ക് കഴിക്കണ്ടേ, അതിനെ റെഡിയാക്കി വെച്ച് ഇലയിട്ട് അച്ഛനെത്തി. അച്ഛൻ തന്നെ വിളമ്പി. അച്ഛൻ വിളമ്പി കഴിക്കാനാണ് എനിക്കിഷ്ടം. അച്ഛനാകുമ്പോൾ കറക്റ്റ് കോരിത്തരും. അങ്ങനെ അച്ഛൻ വിളമ്പി. പപ്പടം വിളമ്പി. അപ്പം വിളമ്പണ്ട, പപ്പടം കേശുവിന് തന്നെ വിളമ്പണം എന്ന് പറഞ്ഞ് കേശു ആകെ സീനാക്കി. പിന്നെ തിരിച്ച് പപ്പടം കൊണ്ട് കൊടുത്ത് കേശു വിളമ്പിയപ്പോഴാണ് കേശുവിന് സന്തോഷമായത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. ഒരു വലിയ ചിക്കൻ്റെ കാല് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇഷ്ടം. ആ ഒരൊറ്റ കാലിൽ സംതൃപ്തമാകുന്നതാണ്. അച്ഛനും വിളമ്പി, എനിക്കും വിളമ്പി തന്നു. പിന്നെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അമ്മ അങ്ങ് ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്നു. കുറേ ആയി അങ്ങോട്ടൊക്കെ പോയിട്ട്. അങ്ങനെ പിന്നെ അമ്മ പോയി. പിന്നെ നമ്മളെല്ലാവരും കഴിച്ചു. പിന്നെ പതിവ് പോലെ കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ കലാപരിപാടികളൊക്കെ ഉണ്ട്. രണ്ടുപേരും കുറച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് കുറേ നേരമൊക്കെ അവിടെ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കും, കയറി കിടന്ന് ഉറങ്ങും. ചിലപ്പോൾ അവിടെ തലകുത്തി മറിയും. അതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.